അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇലോൺ നൽകുന്നത് ചൊവ്വയുടെ ഇരു പോളുകളിലും ന്യൂക്ലിയർ ബോംബ് വിക്ഷേപിക്കുന്നതാണെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പലർക്കും അത് തമാശയായിട്ട് തോന്നിയെങ്കിലും ഇലോൺ അത് പറയുന്നത് അത്ര തമാശയായിട്ടല്ല. ഇനി എന്തുകൊണ്ടാണ് ഇലോൺ അങ്ങനെ പറഞ്ഞത് എന്നറിയണമെങ്കിൽ ചൊവ്വ എന്ന ഗ്രഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയണം. നമ്മുടെ സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിൽ വരുന്ന 2 ഗ്രഹങ്ങളാണ് ഭൂമിയും അതുപോലെ തന്നെ ചൊവ്വ ഗ്രഹവും. അപ്പോൾ എന്താണ് ഒരു ഹാബിറ്റബിൾ സോൺ എന്നാൽ? സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത അകലം കഴിയുന്ന സമയം താപനില കുറഞ്ഞു വന്ന് ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് ആ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ജലത്തിന് ലിക്വിഡ്, അതായത് ദ്രാവക അവസ്ഥയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. അത് ഇവാപ്രേറ്റ് ചെയ്ത് നീരാവിയായിട്ടും ആയിരിക്കില്ല നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ തണുത്തുറഞ്ഞ് ഐസ് പാളികളായിട്ടും ആയിരിക്കില്ല അവിടെ നിലനിൽക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ ഉപരിതലവും നമ്മുടെ ഭൂമിയുടെ തന്നെ സമാനമായിരുന്നു. കാറ്റും കോളും